ഹായ് എവ്രി വൺ. സോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കന്യാകുമാരിയിലേക്കാണ്. കന്യാകുമാരിയിലേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് കേരളത്തിനെക്കാട്ടി കൂടുതൽ പച്ചപ്പ് കാണാൻ പറ്റും. എന്നുവെച്ചാൽ എല്ലായിടവും ഒരുപാട് മരങ്ങളും ചെടികളും മലകളും എല്ലാം ഉണ്ട്. ഫുള്ളി ഒരു അഗ്രികൾച്ചർ സിറ്റി പോലെ തന്നെയാണ്. എന്തായാലും തമിഴ്നാട്ടിലോട്ട് ആണല്ലോ നമ്മൾ പോകുന്നത്. തമിഴ്നാട്ടിൽ ആ ഒരു കൃഷിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല ഒരു ഗ്രീൻ എൻവയോൺമെൻറ്റാണ്. പോകുന്ന വഴിയൊക്കെ ആസ്വദിച്ച് പോവാം. നല്ല രസമാണ്. ലോങ് ഡ്രൈവൊക്കെ സൂപ്പറാണ്. ഒരുപാട് പുഴകളും നദികളും ഒക്കെ കാണാൻ നല്ല നല്ല വ്യൂ ആണ്. അങ്ങനെ ഒരുപാട് യാത്രയ്ക്ക് ശേഷം നമ്മൾ ഹോട്ടലിലെത്തിയത് രാത്രിയാണ്. ഹോട്ടലിലെത്തി, പക്ഷെ ഹോട്ടലിൻ്റെ വെളിയിലേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ എൻ്റെ അമ്മ സൂപ്പർ വ്യൂ ആണ്. രാവിലെ ആയാലും ആ സൺറൈസൊക്കെ കാണാനും നമുക്ക് വേറെ പോണ്ടി വന്നില്ല. അടിപൊളി വ്യൂ തന്നെയാണ്. മോർണിംഗ് വ്യൂ എല്ലാം സൂപ്പർ വ്യൂ ആണ് ഹോട്ടലിൻ്റെ വ്യൂ. പിന്നെ നമ്മൾ വിചാരിച്ചു ഓക്കെ അപ്പുറത്ത് പോകണമല്ലോ, അപ്പം ബോട്ടിൽ കയറിയേ പറ്റും. അങ്ങനെ ഇവിടെ ബോട്ട് റൈഡിങ്ങിന് വേണ്ടി പോവാണ്. ഇവിടെ അങ്ങനെ 2 ക്യൂ ഉണ്ടായിരുന്നു. രണ്ടിനും റേറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ രണ്ടിലെ ക്യൂവിൻ്റെ എമൗണ്ട് സെയിം തന്നെയായിരുന്നു. ഇവിടെ ക്യൂ നിൽക്കുന്നതാണ് കഷ്ടം ഈ ചൂടത്ത്. അങ്ങനെ ക്യൂക്ക് ശേഷം നമ്മളൊന്ന് നീങ്ങി തുടങ്ങിയപ്പോഴേക്ക് വീണ്ടും അടുത്ത ക്യൂ കുറഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത്തിരി റേറ്റ് കൂടിയ ഒരു ലൈനിൽ നിന്ന്. എന്തായാലും ഇവിടെ പോകാൻ എല്ലാവർക്കും താല്പര്യമാണ്. 2 ലൈനും ഫുള്ള് തന്നെയായിരുന്നു. അങ്ങനെ ഒരുപാട് നേരം വീണ്ടും ലൈനിൽ നിന്ന് അങ്ങനെ എന്തായാലും ലൈൻ തുറന്നു വിട്ടു തന്നു. എന്നാലും പതുക്കെ നീങ്ങുന്നുള്ളൂ. അങ്ങനെ എന്തായാലും നമ്മളെ തുറന്നു വിട്ടു. നമ്മളിങ്ങനെ വന്നപ്പോൾ വാവ്, ഒരുപാട് ബോട്ടുകൾ കണ്ടു. ബോട്ടുകൾ കാണുന്നതിനോടൊപ്പം ഈ വെള്ളത്തിന് നല്ല ആഴമുണ്ട്. ഇവിടെ നിന്നാൽ തന്നെ അറിയാം ഭയങ്കര ആഴവും നല്ല തിരയുമാണ്. അടിച്ച കളി ഇട്ടാൽ പോയ പോക്ക് തന്നെയാണ്. നല്ല തിരയുണ്ട്. പിന്നെ നമ്മൾ ഇപ്പം ഇറങ്ങുവാണ്. ബോട്ടിൻ്റെ അടുത്തോട്ട് പോവാണ്. നമ്മളുടെ ബോട്ട് വളഞ്ഞ് വരാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കാത്തു നിന്നൊക്കെ കഴിഞ്ഞു. നമ്മളുടെ ബോട്ടെത്തുന്നതിനൊക്കെ ആ സമയമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല തിരയും ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ബോട്ടിൽ കയറി. ബോട്ടിൻ്റെ അകത്തെ വ്യൂ ആണിത്. നല്ല തിരയുണ്ട്, ചെറിയ പേടിയുണ്ട്. എന്തായാലും നമ്മളെല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. കാണുന്ന പോലെയൊന്നും അല്ല, നല്ല കാറ്റുണ്ട്, ചെറിയ പേടിയൊക്കെ ഉണ്ട്. എന്തായാലും ലൈഫ് ജാക്കറ്റ് ഉള്ളതുകൊണ്ട് ഒരു ധൈര്യമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ നീങ്ങാൻ പോകുന്നു. ഇതാണ് നമ്മളുടെ ലൈഫ് ജാക്കറ്റ്. എന്തായാലും നല്ല ആഴമുണ്ട്. അടിയിലോട്ടൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. നല്ല കാറ്റായത് കൊണ്ടിട്ട് നല്ല ആഴമുണ്ട് ഗൈസ്. ഇവിടേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. പക്ഷേ തിരയൊക്കെ കാണുമ്പോൾ ഒരു ഭയം ഇല്ലാതില്ല. ഇവിടുത്തെ കടൽ അറിയാലോ, 3 കടൽ ഒന്നിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കടലിൻ്റെ പകുതി ഭാഗവും വ്യത്യസ്തമായ കളറുകളാണ്. നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഭയങ്കര തിര കാരണം നമ്മളുടെ ബോട്ട് 2-3 തവണ സ്ലിപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മളെല്ലാം ഇറങ്ങി അകത്തോട്ടേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കണം. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ക്യൂവിന് വെയിറ്റ് ചെയ്തു. ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ എന്നത്തെയും പോലെ അമ്മയെ പറഞ്ഞു വിട്ടു ടിക്കറ്റ് എടുക്കാൻ. അങ്ങനെ അമ്മ ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നു. നമ്മളിപ്പോൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കും. ഇവിടെ നല്ല തണുത്ത കാറ്റാണ് ഗൈസ്. അവിടെ ചൂടെന്ന് തോന്നുന്നേയില്ല. കാരണം ഇവിടെ ഈ വെള്ള പെയിൻറ്റ് അടിച്ചിരിക്കുന്ന അതിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് ചൂട് അടിക്കത്തില്ല. പിന്നെ ഇവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് അമ്പലത്തിൻ്റെ അകത്ത് കയറിയിട്ട്, ആശ്രമത്തിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിൻ്റെ വെളിയിൽ ഭാഗത്തെ ഫോട്ടോസും വീഡിയോസും മാത്രമേ ഉള്ളൂ. കാരണം അത് അലൗഡ് അല്ല. അതുപോലെ തന്നെ ഇവിടെ ദേവിയുടെ പാദമുണ്ട്. അങ്ങനെ ഈ വെള്ള സാധനത്തിൽ ചവിട്ടി നമ്മൾ നടക്കുമ്പോൾ നമുക്കധികം ചൂട് അനുഭവപ്പെടത്തില്ല. അങ്ങനെ നമ്മൾ അകത്തൊക്കെ കയറിയും ഇവിടെ താഴെ തന്നെ നമുക്ക് മെഡിറ്റേഷൻ റൂമുണ്ട്. അങ്ങനെ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. ഒരുപാട് വ്യൂ ഉണ്ട്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇവിടെ ഇദ്ദേഹം മുമ്പ് തന്നെ സൺറൈസും സൺസെറ്റിൻ്റെയൊക്കെ ആ ഒരു ടൈമിംഗ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ മിസ്സാക്കിക്കൂടാത്തത് ഇവിടുത്തെ കന്യാകുമാരിയുടെ ദേവി ടെമ്പിളാണ്. അവിടുത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ദേവിയുടെ മൂക്കുത്തിയാണ്. അത് വളരെ ഭംഗി ഉള്ളൊരു മൂക്കുത്തിയാണ്. അവിടുത്തെ ഒരു സ്പെഷ്യൽ ഇതാണ്. അത് ആ അമ്പലത്തിലൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അവിടെ രാവിലെ തന്നെ പോയി നമ്മൾ.
തിരക്ക് ലൈക്ക് നമ്മൾ താമസിക്കുന്നതോടും തിരക്ക് കൂടി വരും. എന്തായാലും അകത്തെ വീഡിയോ ഒന്നും അലൗഡ് അല്ലാതുകൊണ്ട് നമ്മൾ വെളിയിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് മെഡിറ്റേഷൻ സ്ഥലം. അവിടെ നിന്നൊക്കെ ഇറങ്ങി വന്നു ഒരുപാട് ഫോട്ടോസിനൊക്കെ പോസ്റ്റ് ചെയ്തു. നല്ല തിരയായിരുന്നു. പിന്നെ കടലൊന്നിക്കുന്നതൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ വഴിയിലെ ഈ വയലും നെല്ലുകളും മരങ്ങളും എല്ലാം നല്ല തെങ്ങുകളും എല്ലാം വളരെ ഭംഗി ഏറിയതായിരുന്നു. വളരെ നേച്ചറുമായിട്ട് നല്ലൊരു കോണ്ടാക്റ്റ് പോലെയാണ് നമുക്ക് തോന്നുക. ഈ മല, അതിൻ്റെ ചുറ്റും മേഘങ്ങളിങ്ങനെ നിൽക്കുന്നു. നല്ലൊരു യാത്രയാണ്. അപ്പം നിങ്ങളെല്ലാവരും കന്യാകുമാരിയിൽ ഇതുവരെയും പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പോകണം. ശരിക്കും ഒരു ബെറ്റർ ചോയ്സ് ആയിരിക്കും കന്യാകുമാരിയിലേക്കുള്ള യാത്ര. അതിനോടൊപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ അടിപൊളി ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.